അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്തിനെ കുറിച്ചാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവുക പേര്. കേരളത്തിലെ നിരീശ്വരവാദികൾ, കേരളത്തിലെ എത്തീസത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു വെർഷനാണ് ആരിഫ് ഹുസൈൻ. കാരണം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം ഓക്കെ, അത് കുറേ ആളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്, ചെയ്തോട്ടെ. ദൈവമില്ല, പിന്നെ പ്രപഞ്ചമെല്ലാം താനുണ്ടായി, മതങ്ങളൊന്നും തെറ്റാണ്, എല്ലാം ഫാബ്രിക്കേഷനാണ്, അല്ലെങ്കിൽ പിന്നെ മനുഷ്യരുണ്ടാക്കിയതാണെന്നുള്ള വാദങ്ങളൊക്കെ ആർക്കും എന്തും വിശ്വസിക്കാം. ഇന്ത്യ രാജ്യത്ത് ആർക്കും എന്തും വിശ്വസിക്കാനും സംസാരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ആരിഫ് ഹുസൈൻ ഒരു മോശപ്പെട്ട വേർഷൻ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു ലോജിക്കലായിട്ട് അദ്ദേഹം സംസാരിക്കില്ല. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കടന്നിങ്ങനെ മതങ്ങളെക്കുറിച്ച് ഇങ്ങനെ വളരെ മോശപ്പെട്ട രൂപത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ച്. ആളൊരു എക്സ് മുസ്ലിമാണ്, മുസ്ലിമായി ജനിച്ചവനാണ്. പേര് ആരിഫ് ഹുസൈൻ ആണല്ലോ. അപ്പോൾ ഇസ്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. എല്ലാ മതങ്ങളെക്കാളും കൂടുതൽ, എല്ലാ മതങ്ങളും അദ്ദേഹത്തിൻ്റെ ശത്രുവാണെങ്കിലും ദൈവമാണ് അദ്ദേഹത്തിൻ്റെ ശത്രു എങ്കിൽ ഇസ്ലാമാണ് ഏറ്റവും വലിയ ശത്രു അദ്ദേഹത്തിൻ്റെ. കാരണം മാങ്ങയുള്ള മാവിലെ കല്ലേറ് വരുള്ളൂ എന്ന് പറഞ്ഞില്ല, അതുപോലെയാണ്. അപ്പോൾ അവനുമായിട്ട് സംസാരിച്ചവരൊക്കെ ഒരു ബുദ്ധിപരമായ സംസാരത്തിന് വരുമ്പോൾ അവൻ അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് വെറും തെറി പറയാനും, പ്രവാചകനെ ചീത്ത പറയാനും, അള്ളാഹുവിനെ കുറിച്ച് മോശം പറയാനും, ഇങ്ങനെയൊക്കെ ഈ രൂപത്തിൽ ഈ പിന്നെ ബുദ്ധിപരമായ സംസാരങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി ആളെ തളർത്തിക്കളയുക, മെൻ്റലി തളർത്തിക്കളയുക എന്നുള്ളൊരു സിദ്ധാന്തമാണ് അവൻ ചെയ്തു വരുന്നത്. അതാണ് അവരുടെ പോളിസി. പക്ഷേ ഇന്നലെ ഒരു സംഭവം സംഭവിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, ആരിഫ് ഹുസൈനെ വളരെ ബുദ്ധിപരമായ ഡിബേറ്റിൽ തോൽപ്പിച്ച ആളുകളുണ്ട്. ഉസ്താദ് ഹൈത്തമി, അതുപോലെ പ്രാവശ്യം രാഹുൽ ഈശ്വർ, ഇവരൊക്കെ സംസാരിച്ചപ്പോഴും രാഹുൽ അവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ, ആരിഫ് ഹുസൈൻ അവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ രാഹുലിന് ഒരു 40 മിനിറ്റോളം അവന് സമയം കൊടുത്തു. ഞാൻ സംസാരിക്കുമല്ലോ, നീ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് 40 മിനിറ്റോളം നീ സംസാരിച്ചോ, ഞാനെല്ലാം കേട്ടിരിക്കും, അതിന് ശേഷം ഞാൻ മറുപടി പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത്രയും ക്ഷമയോടെ നീക്ക് എന്തൊക്കെ പറയാനുണ്ടോ ഉന്നയിക്കാണ്ടോ നീ ഉന്നയിച്ചോ, ഞാൻ അതിന് ശേഷം ഞാൻ പറയുമ്പോൾ നീ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് 40 മിനിറ്റ് ആ മനുഷ്യൻ ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ ആരിഫ് ഹുസൈൻ്റെ ഈ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത സമയം ഊഴം വന്ന സമയത്ത് അതിലും അവന് കയറി ഇടപെടാൻ, സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് ഇവൻ്റെ ഒരു രീതി. വെറുതെ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ പുലമ്പ് എന്ന് പറയില്ലേ, അങ്ങനെ ഈ എതിർകക്ഷിനെ വളരെ മോശമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒന്നും ലോജിക്കലല്ലാത്ത, അവൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഒരു അടിസ്ഥാനപരമല്ല, തെളിവുകളില്ല, ഒരു പിന്നെ എവിടുന്നെങ്കിലും ഒന്ന് കോട്ട് ചെയ്യുന്നതല്ല. അവൻ അവൻ്റേതായ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നിനും ഒരു പ്രൂഫോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റോ അവന് വെക്കാനില്ല. അതാണ് അവൻ്റെ രീതി. ഞാനൊരു ദിവസം ഈ ആരിഫിനെ വിളിച്ചിട്ട് സംസാരിച്ചു. എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, അവന് 2 കാര്യങ്ങൾക്ക് അവന് ഉത്തരം പറയേണ്ടായിരുന്നു. ദൈവമില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്? പിന്നെ ഇപ്പോൾ മതഗ്രന്ഥങ്ങൾ, ഖുർആൻ, നമ്മൾ ഇഞ്ചീൽ, ബൈബിൾ എന്നറിയപ്പെടുന്ന ഇഞ്ചീൽ, ഇതൊക്കെ ദൈവത്തിൽ നിന്നല്ലെങ്കിൽ ഒരു മനുഷ്യന് കൊണ്ടുവരാൻ പറ്റിയ ഗ്രന്ഥങ്ങളാണോ? അത് നിനക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമോ? ഈ ഗ്രന്ഥങ്ങളൊക്കെ ഹ്യൂമൻലി പോസിബിൾ ആണോ? അതോ ഒരു ഡിവൈൻ സോഴ്സ് ഇതിനുണ്ടോ എന്നുള്ള ചോദ്യങ്ങളിലൊക്കെയാണ് തുടങ്ങിയത്. ആദ്യമൊക്കെ നല്ല കുറച്ചൊക്കെ സമാധാനപരമായി ബുദ്ധിമുട്ടായിട്ട് അവനോട് കൂടെ സംസാരിച്ചെങ്കിലും പിന്നെ അവന് ഈ ഫ്ലോർ മിസ് ചെയ്യുകയാണെന്ന് കണ്ടപ്പോൾ അവൻ്റെ പഴയ ശൈലി തുടങ്ങി, അവൻ്റെ സ്ഥിരം ശൈലി തുടങ്ങി. തെറി പറയാനും, മുഹമ്മദ് നബിനെ കുറിച്ച് പറയാനും, മുഹമ്മദ് നബി സോക്കോൾഡ് ഇസ്ലാമിൻ്റെ നെഗറ്റീവ് സൈഡുകൾ, സോക്കോൾഡ് ഉള്ളതല്ല, ഇസ്ലാം അങ്ങനെയാണ്, പിന്നെ മുഹമ്മദ് നബി ഇങ്ങനെയാണ്, പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ മോശപ്പെട്ട രൂപത്തിലേക്ക് അവൻ്റെ ശൈലിയിലേക്ക് അവൻ സംഭാഷണത്തെ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏറെക്കുറെ അവൻ്റെ രീതി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് വളരെ മോശപ്പെട്ട രൂപത്തിൽ, അത് അവന് സംസാരിക്കാൻ നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കലായിരിക്കും. അതാണ് അവന് വേണ്ടത്. അവന് തെറി പറയാൻ നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് അത് ആളുകളുടെ മുമ്പിൽ പിന്നെ പുലമ്പണം. ഇതാണ് അവൻ്റെ ഉദ്ദേശം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ബുദ്ധിപരമായിട്ട് ആ സംസാരം അവനെ കൊണ്ട് നിർത്തിപ്പിച്ച് ഞാനതിൻ്റെ ആ ഒരു വോയിസ് അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം, ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഞാൻ യഥാർത്ഥ വിഷയത്തിലേക്ക് വരട്ടെ. ലണ്ടനിൽ സ്പീക്കേഴ്സ് കോർണർ, ഹൈഡ് പാർക്ക് എന്ന് പറഞ്ഞൊരു വലിയ പാർക്കുണ്ട് ലണ്ടനിൽ. അവിടെ ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. അതിനുള്ള പാർക്കാണത്. അവിടെ ഒരുപാട് ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. അവിടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റുകൾ, അതുപോലെ മറ്റുള്ള ഫിലോസഫേഴ്സ്, തിങ്കേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, ഇങ്ങനെ എല്ലാവരും പോയിട്ട് ഡിബേറ്റ് ചെയ്യും. അത് മതങ്ങളെക്കുറിച്ചാവാം, രാഷ്ട്രീയമാവാം, മറ്റുള്ള ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, സയൻസ് ആയിരിക്കാം. അങ്ങനെ കുറേ ഡിബേറ്റുകളാണ് അവിടെ നടക്കുക. അത് എ പ്ലേസ് ഫോർ ഡിബേറ്റ് ആണത്. അവിടെ കൂടുതൽ നടക്കുന്ന ചർച്ചകൾ ഈ
മതങ്ങൾ, തീയിസം, എത്തീസം, ഇസ്ലാം, എത്തീസം, പിന്നെ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, മറ്റുള്ള മതങ്ങൾ, ഈ മതങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ഹെൽത്തി ഡിബേറ്റാണ് കൂടുതൽ നടക്കാറുള്ളത്. അവിടെ അങ്ങനെ പോലീസൊക്കെ ഉണ്ടാവും, അങ്ങനെ ആർക്കും എന്തും പറയാം, പക്ഷേ അങ്ങനെ കയ്യാങ്കളിയൊന്നും അവിടെ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ സ്പീക്കേഴ്സ് കോർണർ. വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഈ ഡിബേറ്റ് ചെയ്യുന്ന പ്ലേസാണ്. അവിടേക്ക് ഈ ആരിഫ് ഹുസൈൻ പോയി. അവിടെ പോയത് എന്താണെന്ന് വെച്ചാൽ, അവിടെ നന്നായിട്ട് ഈ മതങ്ങൾ സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ തോൽപ്പിക്കാനാണ് പോയത്. ഇവൻ്റെ ഈ മുറിയൻ ഇംഗ്ലീഷും കൊണ്ടാണ് ഇപ്പം പോയത്. ഒന്നാമത്തത്, അവൻ അവിടെ പോയിട്ട് ഇവരുടെ അടുത്തൊന്നും മുട്ടാൻ ഇവനില്ല. കാരണം വെച്ചാൽ അവരൊക്കെ പഠിച്ചിട്ട് യഥാർത്ഥ മതങ്ങൾ പഠിച്ചു വരുന്നവരാണ്. അതിപ്പോൾ ഇസ്ലാമിൻ്റെ ആളുകളുണ്ട്, ക്രിസ്ത്യാനിസത്തിൻ്റെ ആളുകളുണ്ട്, ഏത് മതത്തിൻ്റെ ആളുകളുണ്ട്. എല്ലാ മതത്തിലും ദൈവം ഉണ്ടല്ലോ, ദൈവം തന്നെയാണല്ലോ ബേസിക്കലി. അത് പല മാറ്റിത്തിരുത്തലുകൾ വന്ന് പല രൂപത്തിലൊക്കെ ആയിപ്പോയി എന്നല്ലേ ഉള്ളൂ. പക്ഷേ ദൈവം എല്ലാ മതങ്ങളിലും ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇവന് അവിടെ പോയിട്ട്, അവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. മുഹമ്മദ് ഹിജാബ് ഒന്ന്, പിന്നെ അലിദാവ, ഷംസി, മൻസൂർ, ആഷിം, പിന്നെ മുഹമ്മദ്, ഹംസ ടി സോട്ടിസ്, ഇങ്ങനെ സബൂർ, ഇങ്ങനെ കുറേ ആളുകൾ. ഇവരൊക്കെ ശരിക്കും മതം പഠിച്ച് വന്നവരാ. ഖുർആനും ഹദീസും ഫിലോസഫിയും സയൻസും കോസ്മോളജിയും പിന്നെ ലോജിക്കും എല്ലാം പഠിച്ചിട്ട് വന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവരോടൊക്കെ ഒന്ന് മുട്ടാനാണ് ആരിഫ് പോയത്. ആരിഫ് പോയിട്ട് ഞാൻ ലണ്ടനിൽ പോയിട്ടും ജയിച്ചു വന്നല്ലോ എന്ന് അവൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് പോയത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ആ സമയത്ത് ആരിഫ് ചെന്ന സമയത്ത് ആരിഫിന് കിട്ടിയ ആൾ അദ്നാൻ റഷീദാണ്. അദ്നാൻ റഷീദ് ഞാൻ മുമ്പ് പറഞ്ഞ ആളുകളെ ഇവരെക്കാളൊക്കെ മേലെയാണ് അവരെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ കഥയായിരുന്നു. അദ്നാൻ റഷീദിനാണ് പിന്നെ ആരിഫിന് കിട്ടിയത്. എന്താണ് സംഭവിച്ചത്? ആരിഫ് എന്നും ഇസ്ലാമിനെ കുറിച്ച് പറയാറുള്ള പോലെയുള്ള ആ ഒരു പിന്നെ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിനെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ താറടിക്കാനുള്ള ശ്രമം അങ്ങനെ അവൻ തുടങ്ങി. അവസാനം എങ്ങനെയാണ് അവൻ പൊളിച്ചെടുക്കപ്പെട്ടത്, എങ്ങനെയാണ് അവനെ അതിനാനിട്ട് പൂട്ടിയത്, ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. എന്തായിരുന്നു ഓക്കെ, അതിൻ്റെ ഒരു പ്രധാന ഭാഗം ഞാൻ ആദ്യം കാണിക്കാം. എവിടെയാണ് ആരിഫിനെ അതിനാനിട്ട് പൂട്ടിയത് എന്നുള്ളത്. കാരണം ആരിഫ് ഒരു ഖുർആനിലെ ഒരു ഇല്ലാത്തൊരു വേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ഖുർആനിൽ പിന്നെ അതായത് സ്വന്തം മക്കളെ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ അനുമതി ഖുർആനിൽ കഴിച്ചോളാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടുള്ളൊരു നുണ പറഞ്ഞു. അത് അതിനാ ചോദിക്കുകയാണ് എവിടെയാണ് ഖുർആനിൽ കാണിച്ചിട്ടുണ്ട്. അവിടെയാണ് ആരിഫ് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ അതിനാ വിട്ടില്ല. അത് ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. Ask the IT team in India, help support. Ask Tel Aviv. Sir, I'm Peter, help me. All right, come on, quick guys, come on. No, ask Tel Aviv. They came all the way India for this, like a failed mission. For me, it is very clear. These guys, ask questions, but there's a reason why you only make noise online. Yeah. When faced with a Muslim who knows his faith, you have nothing. You have nothing. You have nothing. You have nothing but embarrassment, like you are being embarrassed right now. 30 seconds more. You have nothing. Wait. We've been waiting for 5 minutes now. 30 seconds more, then you ask again. Yeah, no. Let him find the verse from the Quran where it says Muslims can sleep with their children, their daughters. He is looking for the verse. He made this claim. Hold on. You know these people. This is not a joke. I want everyone to listen. This is not a joke. These people, these evil people, Zionists and BJP apologists, they make these claims online to hundreds of millions of Indians, and they make these people hate Muslims. These people cause all gullible Indian masses to hate Muslims because of the lies. But when we confront them, when we challenge them, there is nothing. So I am appealing to the Indian people, the Indian masses. Don't believe these liars. My time is already up. No, ask another question. No problem. He's not answering. So he's busy looking for the eye. Maybe ask him about what. ഇന്ത്യയിൽ നിന്ന് എത്ര ദൂരം ഇത് പറയാനാണോ നീ വന്നത്? ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് നീ ഇങ്ങനെ ഫെയിൽ ആകാനാണോ വന്നത് എന്നാണ് അപ്പുറത്ത് ഒരാൾ ചോദിക്കുന്നത്. പിന്നെ
പറയുന്നുണ്ട്, നിനക്ക് നീ എന്ത് കുന്തം പഠിച്ചിട്ടാണ് വരുന്നത്, നിനക്ക് മതം പഠിച്ചിട്ടില്ല, നിനക്ക് ഫിലോസഫി അറിയില്ല, നിനക്ക് സയൻസ് അറിയില്ല, ഫിലോസഫി ഓഫ് സയൻസ് അറിയില്ല, നിനക്ക് ഒരു കുന്തം അറിയില്ല, നീ ഹദീസും പഠിച്ചിട്ടില്ല, നിനക്ക് ലോജിക്കില്ല, നിനക്ക് റാഷണാലിറ്റി ഒരു കുന്തം ഇല്ലാതെ പിന്നെ നീ എന്തിനാണ് നടക്കുന്നത്? നീ നിന്റെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകളോട് ഇങ്ങനെ വൺ സൈഡ് സംസാരിക്കാനല്ല നിനക്ക് എന്തിനാണ് കഴിയാന്ന് പറഞ്ഞിട്ട് ആരിഫിനെ അങ്ങോട്ട് അവസാനം അവനെ ഓടുന്ന ഒരു സീനുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഓടിയിട്ട് അപ്പുറത്ത് പോയിട്ട് അവിടുത്തെ പിന്നെയും പോയിട്ട് പിടിക്കുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇങ്ങനെ ഈ നുണ പറഞ്ഞ് നടക്കുന്നവർക്ക് അവരെ എക്സ്പോസ് ചെയ്യണം. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഈ ഇല്ലാത്ത കഥകളും പറഞ്ഞ്, കാരണം എവിടുന്നൊക്കെ കാശ് വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇവർക്കൊക്കെ പുറകുനിന്ന് കാശ് വരുന്നുണ്ട് ഈ നുണ പറയാൻ വേണ്ടിയിട്ട്. കാരണം ഈ സമൂഹത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. ഇതൊന്നും ആത്മാർത്ഥതയല്ല. ആത്മാർത്ഥമായ എത്തിസ്റ്റുകൾ ആത്മാർത്ഥമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ട് അവരിഷ്ടം പോലെ അങ്ങനത്തെ ആളുകളുണ്ട്. അവർ പിന്നെ ജെന്യുവനായിട്ട് അങ്ങനെ ദൈവമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച ആളുകളുണ്ട്. അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള മറുപടി ഉണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരാണ്. അവർ ഇതിൻ്റെ പിന്നിലൊക്കെ കാശാണ്, കാശും സ്ഥാനങ്ങളും ഇവിടെ ചാനലിന് ഫോളോവേഴ്സ് ഉണ്ടാക്കലും പൈസ ഉണ്ടാക്കലുമാണ്. അത് പൊളിഞ്ഞ് ആരിഫ് അവിടുന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറ്റേ ഫോണ് വന്ന പോലെ മറ്റേ എന്തോ ചെവിയിൽ ഫോണൊക്കെ വെച്ചിട്ട് അവിടുന്ന് മെല്ലെ രക്ഷപ്പെടാൻ നോക്കി. അപ്പോൾ He's gonna now listen to voice notes. No, brother, you're gonna be famous tonight in India, inshallah. You're gonna be famous. You're gonna be famous tonight. No, you're gonna be famous. Don't worry, we will get All the Muslims in India, all the Muslims in India, every time you see this guy, ask him for the ayah, ask him for the verse. Do not leave him alone until he apologizes to all the Muslims of India for causing hatred against them. Because people like him are being paid by the Zionists from Israel to spread hatred against Muslims in India. The BJP and the Zionists work together to hate Muslims and spread hatred against Muslims in India. You, the Indian banda, jo apne aap അടുത്ത രംഗത്തിൽ ആരിഫ് അവിടുന്ന് എസ്കേപ്പ് ആണ്, ഓടിപ്പോവാണ്. കാരണം പിന്നെ ഫ്ലോർ മിസ്സായി, കാല് പതറി ഓടി ഓടാണ്. എന്നിട്ട് അവർ പിന്നാലെ ഓടി പിടിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ये जो बंदा अपने आप को काफिर कहता है और मुसलमानों हिंदी के में खिलाफ बोलना। नफरत फैलाता है झूठ बोल के कि कुरान में आयत है जो बोलती है, जो कहती है कि आप अपनी बच्चियों के साथ शादी कर सकते हैं। मैंने इसको बोला आयत निकालो कुरान से, और आयत नहीं निकल रही इससे। ये पिछले 10 मिनट से आयत ढूंढ रहा है कुरान की, इसको मिल नहीं रही, तो इसने झूठ क्यों बोला? हम इसको बोल रहे हैं माफी मांगो मुसलमानों से, क्योंकि तुम मासूम लोगों को झूठ बोल के उनके दिलों में मुसलमानों के लिए ഇന്ത്യക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആളെ ഹിന്ദിയിൽ കുറച്ച് പറഞ്ഞു. मैं प्राउड बीजेपी हूँ, ये लोग मिलके काम करते हैं जायनिस्ट के साथ ताकि मुसलमानों के खिलाफ इंडिया में नफरत फैलाई जाए। मैं इसको बोल रहा हूँ कि मुसलमानों से माफी मांगो। और ये झूठा इंसान जिसने झूठ बोला इतने, इसको असल में इससे पहले इसको ऐसा चैलेंज मिला नहीं, इससे पहले इसको ऐसा चैलेंज मिला नहीं। आज इसने गलती की, स्पीकर्स कॉर्नर लंदन आ गया। ये समझ रहा था मैं यहाँ के अपने झूठ बोलूंगा, मैं बकवास करूंगा और मुझे कोई चैलेंज नहीं करेगा। പക്ഷെ വിടൂല, അതിനെ വിടൂല. അപ്പുറത്ത് അവിടെ പോയപ്പോൾ അവിടെ പോയിട്ട് പിടിച്ചു. अभी ये बंदा यहाँ पर ये he came to speak his corner, to tell people he's an ex-Muslim, and when we confronted. എന്തായാലും ഇവർക്കൊക്കെ മനസ്സിലാവട്ടെ, ബുദ്ധിയുള്ള ആളുകൾ ലോകത്തുണ്ടെന്ന്, എല്ലാവരും പൊട്ടന്മാരല്ലാന്ന്. കാരണം സ്പീക്കേഴ്സ് കോർണർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ വലിയ ആളുകൾ വന്നിട്ട് ഡിബേറ്റ് ചെയ്തിട്ട് ഇസ്ലാമ സ്വീകരിച്ച് പോകണമല്ലോ. അപ്പോൾ സാം ഹാരിസും ആരിഫ് ഹുസൈൻ എവിടെ? ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദി സാം ഹാരിസിനോട് വരെ സംസാരിച്ചിട്ട് ഉത്തരം മുട്ടിച്ചിട്ടുണ്ട്. പിന്നെ അല്ലേ ഇവർക്ക് ഈ കീടം ആരിഫ് ഹുസൈന്. എന്തായാലും ഇവരെ ആള് ഇനി തളക്കൊന്നും തോന്നുന്നില്ല കൂടുതൽ. ഇപ്പം അത്യാവശ്യം സോഷ്യൽ മീഡിയയിലും ചാനലുകളൊക്കെ പൊങ്കാലിടണുണ്ടെന്ന്. ഇന്ന് മൊത്തം ഇത് തന്നെയാണ്. എന്തായാലും ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഇവനൊന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിയിരുന്നു. ഇവിടെ കിടന്നിങ്ങനെ പിന്നെ തൊള്ളപ്പൊട്ടടിക്കാതെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആഗ്രഹിച്ച പോലെ തന്നെ സംഭവിച്ചു. ഏതായാലും അൽഹംദുലില്ലാഹ്, പടച്ചവന് സ്തുതി, ദൈവത്തിന് നന്ദി. ഇങ്ങനത്തെ ആളുകളൊക്കെ ഒന്ന്, അത് ഏത് മതക്കാരനായിക്കോട്ടെ, എല്ലാ മതക്കാരെയും നമ്മളിപ്പോൾ മതം ആർക്കും ഏത് മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ. എനിക്കിഷ്ടം പോലെ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരുപാട് പേര് ഹിന്ദു വിശ്വാസികളും പിന്നെ ക്രിസ്ത്യാനികളും ഒക്കെയാണ്. നമ്മൾ
മതപരമായ കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് ഹ്യൂമാനിറ്റി, നമ്മുടെ ഫ്രണ്ട്സ് എന്നുള്ള നിലയ്ക്ക്, ഒരു ഹ്യൂമൻ നിലയ്ക്ക്, ഹ്യൂമാനിറ്റിയിൽ നമ്മളൊരു പ്രശ്നങ്ങളുമില്ല, നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ട് മതങ്ങളെ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാനും മറ്റുള്ള ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് വെറുതെ പിന്നെ അടിപിടി ഉണ്ടാക്കാനും പിന്നെ ഭയങ്കരമായിട്ട് അവരവരെ കാര്യം നേടാനൊക്കെ ശ്രമിക്കുന്ന ഇങ്ങനത്തെ ആളുകളൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. ഇനി ഞാനന്ന് ആരിഫിനെ വിളിച്ച ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഞാനന്ന് ഒരു പ്രാവശ്യം വിളിക്കണ്ടായി. അവിടെ രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന്, അത് സത്യമായിരിക്കുക അല്ലെങ്കിൽ നുണയായിരിക്കുക. മൂന്നാമതൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഓക്കെ, അപ്പോ മുഹമ്മദ് നബി ഇങ്ങനെ ഒരു ഖുർആനുമായി വന്ന് പിന്നെ അപ്പൊ സാധാരണഗതിയിൽ ഒരാളൊരു നുണ പറയുന്നത് എന്തിനായിരിക്കും? എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലേ? എന്തെങ്കിലും നുണ പറയുന്നത് എന്തെങ്കിലും ഒരു നേട്ടം വേണം. അപ്പോ അവിടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ സത്യം പറഞ്ഞോ അല്ലെങ്കിൽ നുണ പറഞ്ഞോ. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞത് സത്യമായുള്ള കാരണം അവര് മക്കയിലെ മുശ്രിക്കുകൾ ഇതിൽ നിന്ന് പിന്മാറാൻ അവർ ഭയപ്പെട്ടു. അവരുടെ ഈ ബിംബാരാധനയും അവരുടെ പൂർവികന്മാരുടെ മതം ഇത് പ്രശ്നമാവുന്നതിൽ അവർ ഭയപ്പെട്ടു. അപ്പൊ അവരെല്ലാ ഓഫറും കൊടുത്തു. പണമാണ്, പണം തരാതാണ്, പിന്നെ മറ്റുള്ള എന്തെങ്കിലും സൗകര്യ, രാജാവാക്കാൻ. ഈ ഓഫറുകളൊക്കെ ആ സമയത്ത് ഇസ്ലാം വളർന്നിട്ടില്ല. മുഹമ്മദ് നബിക്ക് ഇത്രയും വലിയ ന്യായികളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ തുടക്ക സമയത്ത് തന്നെ അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു നുണ പറഞ്ഞിട്ടൊരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന വേറെ ആ ഓഫറല്ലേ സ്വീകരിക്കുക. നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഓഫറോടെ സ്വീകരിച്ചു. ആ നേട്ടമാണ് മുഹമ്മദിന് ഉണ്ടായിരുന്നുണ്ടെങ്കിലല്ലേ അത് നുണയല്ലാതെ ആവുന്നുള്ളൂ. അതിന്റെ മുഹമ്മദിന്റെ നേട്ടം വേറെ പലതുമാണ്. എനിക്ക് പറഞ്ഞതാ മുഹമ്മദ് നബി ഈ കഥ അതിലേക്ക് വരാം. ഇനി നിങ്ങളിപ്പോ പറഞ്ഞതിൽ തന്നെ രണ്ടാമത്തെ പറഞ്ഞതിനാണ് ഞാൻ പിന്നെ അതിന്റെ കാര്യങ്ങളുണ്ട്. മുഹമ്മദ് നബി സ്വന്തമായി ആയത്തുകൾ ഉണ്ടാക്കുക എന്നാണ് നിങ്ങളുടെ ഒരു അവകാശവാദം. ഓക്കെ, ഖുർആനിലൊരു ആയത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട്. എന്ത്? നിങ്ങൾക്ക് ഞാൻ ആയത്ത് ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഖുർആനിലെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഖുർആൻ കൊണ്ടുപോകാം, ആയത്ത് കൊണ്ടുപോകാം, സൂറത്ത് കൊണ്ടുപോകാം. ആ വെല്ലുവിളി ഇന്നും ഖുർആനിൽ കിടക്കുകയാണ്. പലവരും, അതായത് അറബി ഭാഷയിലെ ഏറ്റവും മാസ്റ്ററി കൈവരിച്ച ആളുകളെ ഒരു ഭാഗം പലവിടെ പറഞ്ഞിട്ടുള്ളതല്ലേ സുഹൃത്തെ? അല്ല, ഞാൻ കേട്ടിട്ടില്ല. അത് ഞാൻ കൂടി പറഞ്ഞു ഉത്തരം. മുമ്പ് ശേഷം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് ഒരു പാക്കേജാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ആ മാനദണ്ഡം അത് വെച്ചിട്ട് ഒരു നേട്ടത്തിന് വേണ്ടി നുണ പറഞ്ഞാൽ അത് നുണയാണ് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാമെങ്കിൽ അങ്ങനെ ഒരു നേട്ടവും അങ്ങനെ പറഞ്ഞൊരു നുണയും നമ്മൾ കാണിച്ചു തരുന്നേ. അല്ല, ഖുർആന്റെ മുമ്പ് ഖുർആൻ ഓരോ ആയത്തുകൾ ഇറങ്ങിയത് അപ്പൊ അഹ്സാബ് ഇറങ്ങിയത് യുദ്ധത്തിന് അതുമായി ബന്ധപ്പെട്ട അതിന് മുമ്പാണ് ഈ ഓഫറുകൾ ഉള്ളത്. അതിന് ശേഷമായാലും നുണ പറയാൻ ഇപ്പൊ കാലം ഒരുപാട് കാലമുണ്ട്. അത് ഉറപ്പില്ല, ഇത് ഉറപ്പാണ്. അവർ ഓഫർ ചെയ്ത കാര്യം ഉണ്ടായ നേട്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാമേ. ഓക്കെ, ഇപ്പൊ സൂറത്ത് അഹ്സാബ് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഓക്കെ, അതിനകത്ത് ചില ആയത്തുകളൊക്കെ ഇറക്കിയിരിക്കുന്നത് എന്താണ്? മുഹമ്മദ് നബിക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഖുർആൻ എടുക്കുമ്പോൾ അതിന് മുമ്പ് ശേഷം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് ഒരു പാക്കേജാണ്. ഏതായാലും സമൂഹത്തിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന, സമൂഹത്തിൽ ഒരു ഗുണമില്ലാത്ത ഇതുപോലത്തെ ആളുകളെ, ഗുണമില്ലാത്ത മാത്രമല്ല സമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ആളുകളെയൊക്കെ തിരിച്ചറിയുക, ഒറ്റപ്പെടുത്തുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്.